സന്ദേശം നിങ്ങളുടെ അകത്തേക്ക് പ്രവേശിച്ചാൽ നിങ്ങളുടെ പാപക്കറയെ കഴുകി മാറ്റാൻ യേശുവിന് ശക്തിയുണ്ട്. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്നതാണ് യേശു ക്രിസ്തുവിന്റെ പുണ്യാഗ രക്തം. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം പറയുന്നു, നിങ്ങളുടെ പാപം എത്ര കടിച്ചുവെപ്പാണെങ്കിലും രക്താംബരം പോലെ ചുവന്നതാണെങ്കിലും ഹിമം പോലെ വെളുപ്പിക്കാൻ കഴിയുന്നതാണ് സ്തോത്രം യേശു ക്രിസ്തുവിന്റെ രക്തം. പ്രിയ സ്നേഹിത, പ്രിയ മാതാവ്, നിങ്ങളുടെ പാപത്തിന്റെ പരിണിത ഫലം ബൈബിൾ പറയുന്നു മരണമാണെന്ന്. എന്നാൽ മരണം എന്ന വാക്കിന്റെ അർത്ഥം സെപ്പറേഷൻ എന്നാണ്, വേർപാടെന്നാണ്. ദൈവത്തിൽ നിന്ന് വേർപെട്ട മനുഷ്യന് ദൈവത്തോടുള്ള ശത്രുത്വം മാറ്റി ദൈവത്തോട് അടുപ്പിക്കാൻ പാകത്തിന് യേശു ക്രിസ്തുവിന്റെ രക്തം കാൽവരിയിൽ സകല മനുഷ്യർക്കും വേണ്ടി ചീന്തപ്പെട്ടിരിക്കുകയാണ്. ആയതുകൊണ്ട് ആ യേശുവിനെ ഒന്ന് നോക്കാൻ ഈ പകൽ തയ്യാറായാൽ നിങ്ങളുടെ പാപം എത്ര കടിഞ്ചുവപ്പാണെങ്കിൽ, നിങ്ങളുടെ പാപം എത്ര തന്നെ കട്ടി നിറയപ്പെട്ടതാണെങ്കിൽ, ആ പാപത്തിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന്, ആ മരണപാശങ്ങളിൽ നിന്ന്, ആ പാതാള വേദനകളിൽ നിന്ന് നിങ്ങളെ തിരികെ പൊക്കിയെടുക്കാൻ നിങ്ങളുടെ അടുക്കലേക്ക് ഇറക്കി വിടുന്ന ദൈവത്തിന്റെ ഒരു കരമുണ്ട്. ഞാൻ ആൽഫയും ഒമേഗയാ, ഞാൻ ആദ്യനും അന്ത്യനും എന്ന് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിന്റെ കരം നിങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവന്ന നിങ്ങളെ തൊട്ട് നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ളവനാണെന്ന് ഞങ്ങൾ ഈ പകൽ ധൈര്യത്തോടെ വിളിച്ചു പറയുന്നു. യേശു മാത്രം സത്യദൈവം, യേശു മാത്രം പാപങ്ങൾക്ക് പരിഹാരം തരുന്ന ദൈവം. അങ്ങനെ കാൽവരിയുടെ കൊലമരത്തിൽ എല്ലാ പാപികളായ മനുഷ്യന് വേണ്ടിയും പാപത്തിന് പരിഹാരമായി 3 ആണിമേൽ യേശു തൂങ്ങപ്പെട്ടു. എന്നാൽ യേശു അവിടെ കൊണ്ട് അവസ്ഥാനിച്ചില്ല. ആരെയും വച്ചിട്ടില്ലാത്ത ജോസഫിന്റെ കല്ലറയ്ക്കകത്ത് വെച്ചപ്പോൾ അവിടെ നിന്ന് യേശു ക്രിസ്തു 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടെ ബൈബിൾ പറയുന്ന ഒരു പ്രയോഗം എങ്ങനെയാണ്? ഹേ മരണമേ, നിന്റെ ജയം എവിടെ? പാതാളമേ, നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ച യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഇന്ത്യയുടെ ഉരുക്കു വനിത മരിച്ചത് നമ്മുടെ ഭാരതത്തിന് തീരാ നഷ്ടമല്ലേ? APJ അബ്ദുൽ കലാമിന്റെ മരണം നമ്മുടെ ശാസ്ത്ര ലോകത്തിന് തീരാ നഷ്ടമല്ലേ? എന്നാൽ യേശു ക്രിസ്തുവിന്റെ മരണം ഞങ്ങൾക്കൊരു തീരാ നഷ്ടമല്ല, മറിച്ച് യേശു ക്രിസ്തുവിന്റെ മരണം ഞങ്ങൾക്ക് നിത്യരക്ഷയ്ക്ക് ഹേതുവാണ്, ഞങ്ങളുടെ പാപത്തിന് പരിഹാരമാണ്. അതുകൊണ്ട് സ്നേഹിത, യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ സകല മാനവരാശിക്ക് പാപത്തിൽ നിന്നൊരു വീണ്ടെടുപ്പുണ്ട്. യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കാം. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, അല്ലല്ല മാനസാന്തരപ്പെടാതിരുന്നാൽ അങ്ങനെ തന്നെ നശിച്ചു പോകും. മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ നോക്കി സ്വർഗം സന്തോഷിക്കുകയാണ്. ആ യേശുവിനെ ആരെയും വച്ചിട്ടില്ലാത്ത ഒരു കല്ലറയിൽ വെച്ചു. 3-ാമത്തെ ദിവസം കൂടി നിന്ന ബറ്റാലിയൻ പട്ടാളത്തിന് മുമ്പിൽ ഒരു പരസഹായവുമില്ലാതെ യേശുവിന് മുമ്പിൽ കല്ലറ തുറക്കപ്പെട്ടു. യേശു ഉയർത്തെഴുന്നേറ്റു. ഉലക മഹാന്മാർ അഖിലരും ഒരുപോൾ ഉറങ്ങുന്നു കല്ലറയിൽ. പക്ഷേ ഞങ്ങൾ പ്രസംഗിക്കുന്ന ശ്രീ യേശു ക്രിസ്തു മാത്രം മരിച്ചിട്ട് മരണങ്ങൾ അസ്തമിക്കാതെ ആ കബന്ധത്തിനകത്തു നിന്ന് 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റു. പ്രഗൽഭന്മാരുടെ കല്ലറ ഡൽഹി പോയ കാണാം. അവിടെ അവരുടെ മരണാനന്തരം അവർ കല്ലറയ്ക്കകത്തായിരിക്കുകയാണ്. സ്തോത്രം. ആ കല്ലറയ്ക്കകത്തായിരുന്ന അവർ ഈ പഞ്ചഭൂതങ്ങളിൽ ലയിച്ച് ഇവിടത്തെ രീതിക്കനുസരിച്ച് ആയി മാറിയപ്പോൾ മരണത്തിന്റെ മുമ്പിൽ തോക്കാത്തൊരു ദൈവം യേശുവാകയാണ്. യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. ഞാൻ ശ്ലാഘനീയമായി ഇങ്ങനെ പറയാം, ഒരു പുഷ്പാർച്ചന നടത്താതെ, ഒരു വെടിവെപ്പ് നടത്താതെ, 1 മിനിറ്റ് മൗനം അനുഷ്ഠിക്കാതെ, റാസ നടത്താതെ, ബാക്കി ഒരു ക്രമീകരണങ്ങളുമില്ലാതെ യേശു ദൈവമായതുകൊണ്ട് മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത് ആമേ മുകളിലോട്ട് പോയിരിക്കുകയാണ്. ആ യേശു പോയപ്പോൾ ഒരു വാക്ക് പറഞ്ഞു, ഞാൻ പോയതുപോലെ മടങ്ങി വരും. ഉലകത്തിലെ എല്ലാ വ്യക്തികളും മരണം കൊണ്ട് അസ്തമിച്ചു. നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി ഒരു കാര്യം പറയാം. നമ്മുടെ മുൻ മുഖ്യമന്ത്രി അവരുടെ മരണം
നമ്മുടെ കേരളത്തിന്, നമ്മുടെ രാഷ്ട്രീയത്തിന് തീരാത്ത ദുഃഖമാണ്, അവസാനിക്കാത്തൊരു നഷ്ടമാണ്. അദ്ദേഹത്തിന്റെ കല്ലറയുടെ മുമ്പിൽ ചെന്ന് സ്തോത്രം ചിലര് പ്രാർത്ഥിച്ചപ്പോൾ ചില വിടുതലുകളൊക്കെ അവന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധ്യമായി. പക്ഷേ അദ്ദേഹം മരണമെന്ന അവസ്ഥയ്ക്ക് മുമ്പിൽ മുട്ടുകുത്തേണ്ടതായിട്ട് വന്നു. ഒരു കാര്യം പറയാം, ഈ സൂര്യന്റെ കീഴിലുള്ള പല കാര്യങ്ങൾ ചെയ്തു തരാൻ ഇവിടത്തെ പലതിനും ശക്തിയുണ്ട്. പക്ഷേ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ സാധ്യമാക്കുന്നത് യേശു ക്രിസ്തുവിന് മാത്രമാ. എന്താ തെളിവ്? യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ആ യേശു സ്വർഗ്ഗാരോഹണം ചെയ്തു. ആ യേശു എത്രയും വേഗം മടങ്ങി വരും. മടങ്ങി വരവിന്റെ ലക്ഷണമായി ബൈബിൾ പറയുന്നു, അവിടെ യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും നടക്കും. ഇത് ഈറ്റുനോവിന്റെ ആരംഭമാകുന്നു. അതുകൊണ്ട് കാലസംഭവങ്ങൾ യേശുവിന്റെ മടങ്ങി വരവിനെ ഇവിടെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്നേഹിത, ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഒരുങ്ങാൻ. ഇതാണ് സുപ്രസാദ കാലം, ഇതാണ് രക്ഷാ ദിവസം. അല്ലല്ല മാനസാന്തരപ്പെടാതിരുന്നാൽ അങ്ങനെ തന്നെ നശിച്ചു പോകും. അതുകൊണ്ട് യേശു സ്വർഗ്ഗാരോഹണം ചെയ്തു. യേശു എത്രയും വേഗം മടങ്ങി വരും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ കർത്താവ് മടങ്ങി വരുമ്പോൾ മരിച്ച മൺമറഞ്ഞ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. അതുകൊണ്ട് യേശു വരാറായി. കാലമേ കാലമേ, ദേശമേ ദേശമേ, ജനമേ ജനമേ, യഹോവയുടെ വാക്ക് കേൾക്കുക, സത്യവചനവും അവൻ അനുസരിക്കുക. യേശു വരാറായി. യേശു മാത്രം സത്യദൈവം, യേശു മാത്രം നിത്യദൈവം, യേശു മാത്രം പാപികൾക്ക് രക്ഷ നൽകിയ ദൈവം, യേശു മാത്രം നിങ്ങളുടെ ശാപങ്ങളെ മാറ്റിയ ദൈവം, യേശു മാത്രം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ദൈവം, യേശു ക്രിസ്തു മാത്രം സ്വർഗ്ഗാരോഹണം ചെയ്ത ദൈവം, യേശു ക്രിസ്തു മാത്രം മടങ്ങി വരുന്ന ദൈവം. അതുകൊണ്ട് യേശു ക്രിസ്തു മടങ്ങി വരാറായി. യേശുവിനെ എതിരേൽക്കാൻ ഒരുങ്ങിക്കൊള്ളുക. യേശു ക്രിസ്തു ഈ കട ഉടമസ്ഥരെ, ഈ കുഞ്ഞുങ്ങളെ, ഈ ദേശത്തിലെല്ലാവരെയും ഞങ്ങളുടെ ശബ്ദം സശ്രദ്ധം ക്ഷമയോടെ ശ്രവിച്ച എല്ലാവരെയും സാക്ഷാൽ പരബ്രഹ്മമായ ശ്രീ യേശു ക്രിസ്തു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.